പറഞ്ഞത്. അവന്റെ അച്ഛൻ എന്താടാ? എന്റെ ലീല ലീലക്ക് എന്ത് പറ്റി? അവള് പോയി. എങ്ങനെയായിരുന്നു? അവള് ചത്തല്ല, എക്സൈസുകാര് പൊക്കിയതാ. 5 ലിറ്റർ ചാരായി അവര് പിടിച്ചു. എന്നാലും കാശ് കൊടുത്ത കേസ് എടുക്കില്ല എന്ന് പറഞ്ഞ 5000 രൂപ അവര് ചോദിച്ചു. ഞാനത് പറഞ്ഞ് 3000 ഒതുക്കിയിട്ടുണ്ട്. നോക്കിയേ, വേണം. ഞാൻ ഇവിടെ തരാനാ എന്റെ പൈസ. അതൊന്നും എനിക്കറിയണ്ട. 3000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ ലീല ജയിലിൽ കയറും. എനിക്ക് അവളെ വിടിച്ചേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാനാ? ഏട്ടനായില്ല കാശ്. അത് കൊള്ളാം. അപ്പൊ അവനോട് ചോദിച്ചാ പോരെ? ഇത് നിന്റെ കൂടി കാശല്ലേ? ചോദിച്ചു മേടിക്ക്. ഞാനിപ്പോ വരാം. അച്ഛൻ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? അച്ഛൻ ചോദിക്കുമ്പോഴേ നീ ഇങ്ങനെ കുന്തം വിരിഞ്ഞ പോലെ നിന്നാ മതി. ആടാ, അതെ, എനിക്ക് കുറച്ച് പണം വേണം. എന്തിനാ? അതേട്ടൻ അറിയണ്ട. ഒരു 3000 രൂപയുടെ ആവശ്യമുണ്ട്. 3000 രൂപയെ? ഇത്രയും രൂപയുടെ ആവശ്യം എന്താ നിനക്ക്? ഒരു വായ്പ തിരിച്ചു കൊടുക്കാനാ. നീ എന്തിനാ വായ്പ വാങ്ങിയേ? ഏട്ടൻ കാശും കിടക്ക്, എനിക്ക് പോണം. ഞാൻ നിനക്ക് ഒറ്റ പൈസ തരത്തില്ല ഇവിടുന്ന്. വേണമെങ്കിൽ അച്ഛൻ ചോദിക്കും. അച്ഛൻ അറിഞ്ഞോണ്ടാണോ എല്ലാ കാര്യം ചെയ്തിരുന്നേ? അല്ലല്ലോ, പിന്നെ എപ്പോഴും എന്തൊരു അച്ഛൻ. നിനക്കെന്താ ഇവിടെ കാര്യം? കാര്യം ഉള്ളോണ്ട് തന്നെ വന്നത്. മര്യാദക്ക് നടരാജൻ ചോദിച്ച കാശ് കൊടുക്കേണ്ട കനക. ഈ ചെറ്റയും കൂട്ടി കാശ് പിടിപ്പിക്കാൻ വന്നിരിക്കുകയാണോ നീ? ഇറങ്ങ. അതെ, ഇത് എന്റെ കൂടെ കടയാ. എനിക്കൂടെ അവകാശപ്പെട്ട പണം ഈ പെട്ടിയില്. ഞാൻ കുറച്ച് പണം ചോദിച്ചപ്പോ തരില്ലാന്ന്. ഇവനെ സ്ത്രീധനം കിട്ടിയതാണോ ഈ കട? പിന്നെ ഞാനിവിടെ ആരുടെ ഓശാർത്തി വന്നൊന്നല്ല. എനിക്കിവിടെ അവകാശം ഉള്ളതുകൊണ്ടാ. നിനക്ക് എന്താ പണത്തിൽ പോയിന്റെ ആവശ്യം? അതോ പറയുന്നില്ലല്ലോ. എന്റെ ലീലൻ എക്സൈസുകാര് പൊക്കി. അവളെ വിടിയിക്കാനാ. ഇതിനായിരുന്നു ഇത്ര പരവേശം അല്ലേ? കള്ളമാറ്റം നടത്തിയ എക്സൈസുകാർ പിടിക്കൂലേ? അതല്ല അവരെ ജോലി. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. ലീല എക്സൈസുകാർ പിടിച്ചാൽ നിനക്കെന്താ? നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്. പറ. നമ്മൾ ഇനിയും കാണും. ഓടാ. ഈ നാരായണൻകുട്ടി ഉണ്ടല്ലോ, ഒരു ചൊറ കേസാ. ഇത് ഒഴിവാക്കുന്നത് നടരാജന് നന്ന്. ഏട്ടനും അനിയനും തമ്മിൽ അടിപിടിന്ന് കേട്ടാ ആളുകൾ ചിരിക്കില്ലേ? എന്നെയും കുറ്റം പറയും. ഞാൻ അങ്ങോട്ട് വഴക്കിനൊന്നും പോയതല്ല. അവൻ വന്ന് പഴയ പോലെ തന്നെ മതി. പീടികയില് നടരാജൻ ഇരുന്നോട്ടെ, അവനിഷ്ടം അതാ. അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോ എനിക്കും അതങ്ങ് ഇഷ്ടമായി. പണപ്പെട്ടി അടുത്ത് അങ്ങനെ ഇരിക്കുമ്പോ എന്താ ഒരു ഗമ. ഏട്ടാ, ഏട്ടൻ ഇവിടെ ചക്കാട്ടിയ മതി. ഇവിടെ ആവുമ്പോ എനിക്ക് എപ്പോഴും കാണുകയും ചെയ്യാലോ. നല്ല കാര്യമായി. അച്ഛനോട് പറഞ്ഞാൽ ഓടിച്ചു വിടും. അവന് ചക്കാട്ടിയാലെന്താ കുറച്ചില്ല? ഞാൻ കുറെ കാലം ചെയ്തതല്ലേ, ഇനി അവൻ ചെയ്യാൻ. ജഡ്ജിയുടെ വീട്ടിൽ മോഷണം, പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു. ഗോവിന്ദേട്ടൻ നേരത്തെ വന്നോ? നീ വൈകിയതാ. എന്തു പറ്റി? നേരം വെളുത്ത് രണ്ടാളും അറിഞ്ഞില്ലേ? ഏയ്, എഴുന്നേൽക്കാനൊന്നും വൈകിയതല്ല. ഇറങ്ങാൻ നേരത്തെ 2-3 ആൾക്കാർ വന്നത്. യമുനയ്ക്ക് ഒരാലോചന. അവള് ചെറിയ കുട്ടിയല്ലേ? വയസ്സ് 18ആയി. എവിടുന്നാ? കുറച്ച് തെക്കുന്ന. ചെറുക്കന് പഠിപ്പുണ്ട്. അത് നന്നായി. ഉറപ്പിച്ചോ? ചെറുക്കന് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടണ്ടേ? ഞായറാഴ്ച വരും അവര്. കണ്ടാൽ ആരാ ഓളെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക? ഓക്ക് ചെക്കൻ ഇഷ്ടപ്പെട്ടോ നോക്കിയാ മതി. കമലേ, അവരെത്തി. അതേക്ക് വരാം. അവിടെ ഒരുക്കം കഴിഞ്ഞില്ലേ? ദേ അച്ഛൻ വിളിക്കുന്നു. ഒരു പൊട്ടും കൂടി. വേഗം.
ഇതാണ് എന്റെ മോള്. നല്ലോണം നോയിക്കോ. ആദ്യം ഒരു വിഷമമോ കാണും, പിന്നെ പുതിയ വീടുമായിട്ട് ഇണങ്ങിക്കോളും. നിനക്കും അങ്ങനെ ആയിരുന്നില്ലേ? എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെയാ. കല്യാണം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ. നീയും പേടിച്ചിരുന്നോ? ഞാൻ നിന്നെ കുറേയേറെ വേദനിപ്പിച്ചു. ഇപ്പോഴും അത് ആലോചിക്കുമ്പോ എന്തിനാ പിന്നെയും അതൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ അതൊന്നും ഓർക്കാറേ ഇല്ല. നിന്നെ കല്യാണം കഴിക്കാൻ പറയുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ? ഒരു കുഞ്ഞു വേണ്ടടാ നിനക്കെന്ന്. എന്താ വേണ്ടേ? നിങ്ങളായിരുന്നോ എവിടെ പോയത്? രണ്ടാളും കൂടി പെങ്ങളെ കെട്ടിയവനെ ഏൽപ്പിച്ചിട്ട് വരും വഴിയാണല്ലേ ഇനി നിങ്ങളങ്ങ് ആഘോഷിച്ചോന്നും പറഞ്ഞു. നീ പോ. എങ്ങോട്ട്? അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഞാൻ അതുവഴിയല്ലേ. എന്താ രണ്ടാളും കൂടി എന്നെ കണ്ടിട്ട് അറിയാത്ത പോലെ? കനക എന്നും കൂടി കൂട്ടുന്ന ഒരാൾ കൂടി സ്ഥലം ഉണ്ടല്ലോ. അവന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും പാവം. നമ്മളിങ്ങനെ കരഞ്ഞ
എന്ത് ചെയ്യാ? കിടക്കുക, ഒന്നും കഴിച്ചില്ല. മോളെ എഴുന്നേറ്റ് വല്ലതും കഴിക്ക. എനിക്ക് വിശപ്പില്ല അച്ഛാ. ഇങ്ങനെ സാധ്യം പിടിച്ചാലോ? ആലോചിക്കുമ്പോ അച്ഛനും ചങ്ക് പൊട്ടിപ്പോകുന്നുണ്ട്. പിടിച്ചു നിൽക്കണ്ടേ? എന്നാലും മോളെ കരയാതെ വാ, എഴുന്നേക്ക. അച്ഛനല്ലേ വിളിക്കുന്നേ? എഴുന്നേക്ക. കരയാതെ. ഈ മുടിയൊക്കെ ഒന്ന് നേരെ കെട്ടിവെക്ക്. അമ്മ താഴെ കഞ്ഞിവെള്ളം വെച്ച് കാത്തിരിക്കുക. ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛാ. പറ്റില്ല, ഒരു തവയെങ്കിലും അച്ഛന് വേണ്ടി. അമ്മേ, ഞാൻ പീടികയിലോട്ട് പോവാ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പതിവില്ല. ആളുകള് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത്? എന്റെ നാരനേട്ടൻ എന്തെങ്കിലും വരും ജയിലിൽ നിന്ന്. എനിക്ക് കാത്തിരിക്കാം. നിനക്കങ്ങനെ ആരും വരാനില്ലല്ലോ. പിന്നെ ആരെ കാത്തിട്ടെ? ഇവിടെ നാട്ടിലേക്ക് തന്നെ പോയിക്കൂടെ? അത് ഞാൻ തീരുമാനിച്ചോളാം. ഓ, ഇവിടെ തന്നെ കഴിഞ്ഞൂടെന്നാണോ ഭാവം? ഭർത്താവില്ലാത്ത വീട്ടില് എന്ത് അവകാശം ഒരു പെണ്ണിന്? പിന്നെ വേറെ ആണുങ്ങളുള്ള വീടാവുമ്പോ മഴ ചാറുന്നാ തോന്നണേ. അകത്തുണങ്ങാനിട്ടോളൂ. എന്താ മോളെ? അലക്കാൻ പോയപ്പോ ഒരുത്തി ചോദിക്കുക, ഓരോ വേണ്ടാതേനും. എന്താ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ. മോളെ, ഇപ്പൊ തോന്നുന്നു അവള് പറഞ്ഞത് ശരിയാണെന്ന്. കനകേട്ടൻ പോയി. ഇനി എനിക്കെന്ത് കാര്യം ഇവിടെ? ഏതവളാ അത്? ഓ, ആ ലീല തന്നെയായിരിക്കും. നാണോ മാനോ ഇല്ലാത്തോള്. നാക്കിലാണെങ്കിലോ വിഷം. ഞാൻ ഇപ്പൊ തന്നെ അവളുടെ അഹമ്മതി തീർത്തു കൊടുക്കുന്നുണ്ട്. വേണ്ട, അമ്മ ചോദിക്കാനൊന്നും പോണ്ട. അവള് മാത്രമായിരിക്കില്ല.